സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 2 ശ്ലോകം 10. 9-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് കർമ്മജ്ഞാന യോഗങ്ങൾ ദുരേത്യഫലവും സുദുർഗമതരവുമാണ് എന്ന് വിശദാക്കി. ഇനി ഈ ഭക്തിയോഗത്തിന് മുൻപറഞ്ഞ ദോഷങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമല്ല, അത് സ്വാഭാവികമായിട്ട് പുരുഷപ്രയത്നം കൂടാതെ കൈവരും എന്നുള്ള മേന്മയും കൂടി ഉണ്ട് എന്ന് പ്രതിപാദിക്കുകയാണ് 10-ാമത്തെ ശ്ലോകം. ത്വൽഭക്തിസ്തു ഗദാരസാമൃതജരീ നിർമ്മജ്ജനേന സ്വയം തിദ്യന്തി വിമലപ്രബോധപദവിം അക്ലേശതസ്തന്വതേ സദ്യസിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമപ്രൗഢിരസാദ്രതാ ദ്രുതതരം വാതാലയാദീശ്വര. ത്വദ്ഭക്തി തു കഥാരസാമൃതജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതഃ തന്വതി സദ്യഃ സിദ്ധികരീ ജയതി അയി വിഭോ സ ഏവ അസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാദ്രത ദ്രുതതരം വാതാലയാദീശ്വര. ത്വൽഭക്തിസ്തു കഥാരസാമൃതജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവിം അക്ലേശതസ്തന്വതേ സദ്യസിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമപ്രൗഢിരസാദ്രതാ ദ്രുതതരം വാതാലയാദീശ്വര. ത്വൽഭക്തി തു ഭഗവത് ഭക്തിയാകട്ടെ കഥാരസാമൃതജരീ നിർമ്മജ്ജനേന ഭഗവത് കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിലൂടെ രസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുഴുകിപ്പോകുന്നതിനാൽ സ്വയം സിദ്ധ്യന്തി താനെ വന്നു ചേരുന്നതും വിമലപ്രബോധ പദവി ശുദ്ധ ബ്രഹ്മജ്ഞാന മാർഗത്തെ അക്ലേശത പ്രയാസം കൂടാതെ തന്വതി തുറക്കുന്നതുമായിട്ട് സദ്യ പെട്ടെന്ന് സിദ്ധികരീ ജയതി മുക്തി നേടുവാൻ പോന്നതായി വിജയിച്ച് അരുളുന്നു. ഐ വിഭോ വാതാലയാദീശ്വര, സർവശക്തനായ അലയോ ഗുരുവായൂരപ്പ, ത്വൽപദ തൃപ്പാദങ്ങളിലുള്ള പ്രേമ പ്രൗഢി രസാദ്രത പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് സ ഏവമേ ദ്രുതതരം വസ്തു പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി ഒന്നു മാത്രം എനിക്ക് വേഗത്തിൽ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ. ഭഗവത് ഭക്തി ആകട്ടെ ഭഗവത് കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിനുള്ള രസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുഴുകിപ്പോകുന്നതിനാൽ താനെ വന്നു ചേരുന്നതും ശുദ്ധ ബ്രഹ്മജ്ഞാന മാർഗത്തെ പ്രയാസം കൂടാതെ തുറക്കുന്നതുമായിട്ട് ക്ഷണത്തിൽ മുക്തി നേടുവാൻ പോന്നതായി വിജയിച്ചരുളുന്നു. സർവശക്തനായ അലയോ ഗുരുവായൂരപ്പ, തൃപ്പാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി ഒന്നു മാത്രം എനിക്ക് വേഗത്തിൽ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ. ത്വദ്ഭക്തിസ്തു ഗദാരസാമൃതജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവിം അക്ലേശതസ്തന്വതേ സദ്യസിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമപ്രൗഢിരസാദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവിം അക്ലേശതസ്തന്വതേ സദ്യസിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമപ്രൗഢി രസാദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. ത്വദ്ഭക്തിസ്തു ഗദാരസാമൃതജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവിം അക്ലേശതസ്തന്വതേ സദ്യസിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമപ്രൗഢി രസാദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. ഭഗവത് കഥാസാഗരത്തിൽ മുഴുകുന്ന മനസ്സിന് മാലിന്യങ്ങളകന്ന് ശുദ്ധി കിട്ടുന്നതിനാൽ തത്വജ്ഞാനോദയം വേഗത്തിൽ കൈവരുകയും തദ്വാര മോക്ഷം സിദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ കർമ്മജ്ഞാന മാർഗങ്ങളെക്കാളും ഭക്തിമാർഗം ശ്രേഷ്ഠമാണ് എന്ന് ഇവിടെ ജയതി പദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു.
വിഭോ വാതാലയാധീശ്വര എന്ന സംബുദ്ധികളുടെ താല്പര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാകുന്നു. വാതാലയം എന്നാൽ ശരീരം. അതിന് അധീശ്വരൻ സർവാന്തര്യാമിയായ ഭഗവാനാണല്ലോ. അദ്ദേഹം സർവവ്യാപിയും സർവാന്തര്യാമിയുമാകയാൽ ഏതു വസ്തുവിലുള്ള പ്രീതിയും ഭഗവത് പ്രേമമാകുന്നു. മനപ്രീതി തോന്നുന്നിടത്ത് ഭഗവത് സാന്നിധ്യം ഉണ്ടാകുന്നു. അവിടെ എല്ലാം ഭഗവാനായിട്ട് കാണുവാനുള്ള കഴിവാണ് കിട്ടേണ്ടത്. ആ ഭഗവത് ഭക്തി, അതായത് എന്തും ഭഗവന്മയമാണ് എന്ന് കണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള കഴിവ് ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് തനിക്ക് നൽകുവാൻ കനിവുണ്ടാകണേ എന്നാണ് ഭക്തനായ ശ്രീ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. ഈ ദശകാവസാനത്തിലാണ് ഭട്ടതിരി ഭഗവാനോട് നേരിട്ട് സംബോധന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതും സ്മരിക്കേണ്ടതാണ്. ഭാഗവതം 6-ാമത്തെ സ്കന്ധത്തിൽ ഭക്തിയെ പറ്റി പറയണു. കേചിത് കേവലയാ ഭക്തിയ വാസുദേവപരായണ അകം ദുന്നന്തികാശ്നേന നിഹാരം ഇവ ഭാസ്കര. അതായത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മഞ്ഞ് എങ്ങനെ പോണു, അതുപോലെ നമ്മളെ പാപങ്ങളൊക്കെ വസുദേവപരായണന്മാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഭക്തിയിൽ എല്ലാ പാപങ്ങളും സൂര്യൻ്റെ മുമ്പിൽ മഞ്ഞു പോലെ ഇല്ലാതായി പോകുന്നു എന്ന് അർത്ഥം. ഇവിടെ ആ ഭക്തിയുടെ സർവോത്കൃഷ്ടത്താണ് കാണിച്ചിരിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.